ഭക്ഷണ വിതരണ സർവീസായ ചിക്കിങ്ങുമായി കൈകോർത്ത് KSRTC. QR കോഡ് സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്താൽ ബസ്സിനുള്ളിൽ ഭക്ഷണം വിതരണം ചെയ്യും. വോൾവോ എയർ കണ്ടീഷൻ ബസ്സുകളുടെ സേവനം നാളെ മുതൽ തുടങ്ങുമെന്ന് KSRTC അറിയിച്ചു. നാളെ 5 വാഹനങ്ങളിൽ ആദ്യം സർവീസ് തുടങ്ങും. 25% ഡിസ്കൗണ്ട് ലഭിക്കും. ചിക്കിങ്ങുമായി ചേർന്ന് ബസ്സിനുള്ളിൽ ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് അറിയിച്ചത്. 5 വാഹനങ്ങളിലായിരിക്കും സർവീസ് ഉണ്ടാകുക. നാളെ ആരംഭിക്കും. കേരള രാഷ്ട്രീയത്തിൽ നിർണായക ചുവടുവെപ്പുമായി BJP നേതൃത്വം. 2020 NDAയിലേക്ക് എത്തുമെന്ന് ഉറപ്പായി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബും തമ്മിൽ കൊച്ചിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനമുണ്ടായത്. കിഴക്കമ്പലം ആസ്ഥാനമായുള്ള 2020 പാർട്ടി NDAയുടെ ഭാഗമാകുമെന്ന് ഉറപ്പായെന്നും വൈകാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നുമാണ് വ്യക്തമാകുന്നത്. ജമ്മുവിലെ ദോഡയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു, 9 സൈനികർക്ക് പരിക്കേറ്റു. 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്കാണ് സൈനികർ സഞ്ചരിച്ച വാഹനം വീണത്. ദോഡയിലെ ഖനി എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. 10ലേറെ സൈനികർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഡ്യൂട്ടിക്ക് പോവുകയായിരുന്നു സൈനികർ. ഇതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 4 സൈനികർ വീരമൃത്യു വരിച്ചു. പരിക്കേറ്റവരെ ഉധംപൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു. ഒരു വാഗ്ദാനവുമില്ലാതെയാണ് ലീഗിലേക്ക് വന്നതെന്നും ലീഗ് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണെന്നും സുജാ ചന്ദ്രബാബു പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സുജാ ചന്ദ്രബാബുവിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. നടൻ കൃഷ്ണപ്രസാദിനും BJP കൗൺസിലറായ സഹോദരൻ കൃഷ്ണകുമാറിനുമെതിരെ കേസ്. അയൽവാസിയായ ഡോക്ടറെ മർദ്ദിച്ചെന്ന പരാതിയിൽ ചങ്ങനാശ്ശേരി പോലീസാണ് കേസെടുത്തത്. കോട്ടയം ഭാരത് ആശുപത്രിയിലെ ഡോക്ടർ ശ്രീകുമാറിനാണ് മർദ്ദനമേറ്റത്. മലിനജലം പറമ്പിലേക്ക് ഒഴുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഡോക്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം മർദ്ദിച്ചിട്ടില്ലെന്നും നിയമലംഘനം ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് നടൻ കൃഷ്ണപ്രസാദിന്റെ പ്രതികരണം. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് 1.5 വയസ്സുകാരൻ വിയാനെ അമ്മ ശരണ്യ കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അമ്മ ശരണ്യ കുറ്റക്കാരി എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ആൺസുഹൃത്ത് നിതിനെ കോടതി വെറുതെ വിട്ടിരുന്നു. 2020 ഫെബ്രുവരി 17 നാടിനെ നടുക്കിയ ക്രൂരത നടന്നത്. കുഞ്ഞിനെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വരുത്തി തീർക്കാനും ശരണ്യ ശ്രമിച്ചിരുന്നു. വിചാരണയ്ക്കിടെ കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യയ്ക്കും ശരണ്യ ശ്രമിച്ചിരുന്നു. മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചെന്ന പരാതിയുമായി ശശി തരൂർ MP. കേരള നേതാക്കളും ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ നിന്ന് ശശി തരൂർ വിട്ടുനിൽക്കുമെന്നാണ് വിവരം. മഹാപഞ്ചായത്തിലെ രാഹുൽ ഗാന്ധിയുടെ അവഗണനയാണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം. ദില്ലി ചർച്ച ഒഴിവാക്കി ശശി തരൂർ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. പാർട്ടിയോട് അടുക്കുമ്പോൾ നേതൃത്വം അവസാനിക്കുന്നുവെന്നാണ് ആക്ഷേപം. ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധി പ്രകാരമെന്ന് സ്ഥിരീകരണം. കൊടിമരത്തിന് ജീർണതയെന്നായിരുന്നു ദേവപ്രശ്നം. ദേവപ്രശ്നത്തിന്റെ ചാർത്താണ് ഇപ്പോൾ പുറത്തുവന്നത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡല്ല കൊടിമരം പുനർനിർമ്മാണ തീരുമാനമെടുത്തതെന്നാണ് സ്ഥിരീകരണം. 2014 ജൂൺ 18 കൊടിമരം പുനർനിർമ്മാണം നിർദ്ദേശിച്ച ദേവപ്രശ്നം. MP ഗോവിന്ദൻ നായരുടെ ബോർഡാണ് കൊടിമരം പുനർനിർമ്മാണം സംബന്ധിച്ച തീരുമാനമെടുത്തത്. തീരുമാനം നടപ്പാക്കുകയാണ് പിന്നീടെത്തിയ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് ചെയ്തതെന്നാണ് സ്ഥിരീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാന്നി MLAയും നിലവിലെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. ഇരുവരും ജനപ്രതിനിധികളായിരിക്കെയാണ് സന്ദർശനം നടത്തിയത്. പാലക്കാട് മുടപ്പല്ലൂരിൽ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് പൊളിച്ച വീട്ടുകാരെ അകത്ത് കയറ്റി DYFI. രാത്രി പെരുവഴിയിലായ സ്വാമിനാഥനെയും കുടുംബത്തെയും DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടിനകത്ത് കയറ്റിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി നടപടി വന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത്. പെരുവഴിയിലായ കുടുംബത്തെ DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാത്രിയിൽ വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറ്റിയത്. കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് DYFI പ്രാദേശിക നേതൃത്വം അറിയിച്ചു.